السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹുവെ, ഈ സലാത്ത് അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതിൻ്റെ ബറക്കത്തോട് ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഇത് കേൾക്കുന്നവർക്കും ഇത് പറയുന്നവർക്കും നീ ആരോഗ്യം ആഫിയത്തുള്ള ആയുസ് നീ കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു എല്ലാവരുടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ എല്ലാം ദുആയ്ക്ക് നീ ഉത്തരം ചെയ്യണം റഹ്മാനായ തമ്പുരാനെ. അള്ളാഹുവെ, ഞാനിന്ന് ചെറിയൊരു വിഷയം ഇവിടെ പറയുകയാണ്. ആ വിഷയം തന്നെ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ നാഥനായ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത, അള്ളാഹുവിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിൽ കടലോളം, കടലിനേക്കാൾ വിശദീകരിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് വാക്കുകൾ ഞാനിവിടെ പറയുക. ആദ്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചു. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റൊരു ഇലാഹുമില്ല. അള്ളാഹു ഏകനാണ്, സർവശക്തനാണ്, സർവാധിപതിയാണ്, എല്ലാം അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, എല്ലാ കഴിവവനാണ്. നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യവും നടക്കത്തില്ല. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. നമ്മളൊരു കാലെടുത്ത് ചലിക്കുക എന്ന് വിചാരിച്ചാൽ പോലും റബ്ബ് വിചാരിക്കണം. എന്നാലേ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ കാലെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് വയ്ക്കാനുള്ള ശക്തി കിട്ടുകയുള്ളൂ. അതും റബ്ബ് തീരുമാനിക്കണം. അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും അള്ളാഹുവിൻ്റെ നോട്ടം അവനിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നത്തെ മണ്ടന്മാരായ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. എൻ്റെ കാര്യം, ഞാൻ അവിടെ പോകും, ഞാൻ ഇവിടെ വരും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് മാത്രം സ്വന്തം ധിക്കാരത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇത് പറയുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. അത്ര കണ്ട കാരുണ്യവാനായ കർണക്കടലായ ആകാശം ഭൂമിയോളം മുഴുവനും സൃഷ്ടിച്ചു തന്നിരിക്കുന്ന സർവ്വജലാചരങ്ങൾക്കും ജന്മം കൊടുത്ത വൃക്ഷലതാദികളും പ്രകൃതി ഭംഗിയും പച്ച പുല്ലുകൾ വരെ അള്ളാഹുവിൻ്റെ തിരുനോട്ടത്തിൽ നിൽക്കുകയും അവരെല്ലാം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ കാണുന്നില്ലേ, സന്ധ്യയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി, രാവും പകലും അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. ആ പകലങ്ങോട്ട് മാറി സന്ധ്യ മയങ്ങുന്നതായ നേരം മുതൽ ഏതെങ്കിലും ഒരു